ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ സമയം ചെലവഴിക്കാം എന്ന് വിചാരിക്കുന്നു. അതിന് ഉപോത്ബലകമായി എബ്രായ ലേഖനം 7-ാം അധ്യായം 26-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഏതൊരു മതത്തിൻ്റെയും മേന്മ അതിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെ ആശ്രയിച്ചാണിരിക്കുന്നത്. ക്രിസ്തു ഇന്ന് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. വിശ്വാസികളെല്ലാവരും പുരോഹിതന്മാരാണെന്നാണ് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. പത്രോസ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ദൈവമക്കൾ അഥവാ രക്ഷിക്കപ്പെട്ട എല്ലാവരും പുരോഹിതന്മാരാണെന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. രാജകീയ പുരോഹിതവർഗമാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുകയാണ്. ക്രിസ്തു നമ്മോട് സഹതാപം കാണിക്കുവാൻ മനസ്സുള്ളവനാണ്. അതുപോലെ നമ്മെ സഹായിക്കുവാൻ ശക്തനുമാണ്. ഇന്ന് സമുദായങ്ങളിൽ പട്ടക്കാരും അയ്മേനികളും എന്ന വ്യത്യാസം നാം കാണുന്നുണ്ട്. അത് പുതിയ നിയമ ഉപദേശത്തിന് വിരുദ്ധമാണ്. വെളിപ്പാട് പുസ്തകം 2:6 നിക്കോലാവിയരുടെ നടപ്പ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് സഭയിൽ പൗരോഹിത്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ്. പുതിയ നിയമത്തിലെ അതിപ്രധാനമായ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്രമേയമായ തർക്കശാസ്ത്രത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രന്ഥമാണ് എബ്രായ ലേഖനം. അത് പഠിക്കുന്നത് വീര്യമുള്ള ആത്മീയ ആഹാരം ഭക്ഷിക്കുന്നതാണ്. നാം എബ്രായ ലേഖനം വായിക്കുമ്പോൾ ഇത് നമ്മെ പഠിപ്പിക്കുന്ന വിലയേറിയ സത്യം, കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ, ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ, മെൽക്കിസദേക്കിനേക്കാൾ, ദേവാലയത്തെക്കാൾ, യോനയേക്കാളൊക്കെ വലിയവനാണ്, ശ്രേഷ്ഠനാണ് എന്നാണ് നമ്മളെ എബ്രായ ലേഖനം പഠിപ്പിക്കുന്നത്. പഴയ നിയമ യാഗത്തെക്കാളും പുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമരണം ലേവ്യ യാഗങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അഹരോൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് വഴിമാറി കൊടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു യാഗവും പുരോഹിതനുമായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടെയുള്ള വെളിപ്പാട് ദൈവഹിതത്തിൻ്റെ സമ്പൂർണവും അവസാനത്തേതുമായ വെളിപ്പാടാണ്. കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനെന്ന് എബ്രായ ലേഖനം 3-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാം സ്വീകരിച്ചു പറയുന്നവനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തു എന്നവിടെ വായിക്കുന്നു. അതുപോലെ തന്നെ എബ്രായ ലേഖനം 4:14 ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ
എന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇന്ന് ഭൂമിയിൽ നമുക്കൊരു മഹാപുരോഹിതൻ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മഹാപുരോഹിതനായി മടങ്ങിപ്പോയ ഒരേ ഒരാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. ഇന്ന് സഭയിലെ ശുശ്രൂഷകന്മാരെ പുരോഹിതന്മാർ എന്നൊരിടത്തും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ദൈവസന്നിധിയിൽ മനുഷ്യരുടെ പ്രതിനിധിയാണ്. അതിനാൽ ഏതൊരു വിശ്വാസിക്കും സമയവ്യത്യാസം കൂടാതെ സ്ഥലഭേദം കൂടാതെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം, അവകാശം ദൈവം നമുക്ക് പുത്രനിൽ കൂടെ തന്നിരിക്കുകയാണ്. ബൈബിളിൽ ആരാണ് പുരോഹിതൻ എന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് വേണ്ടി ദൈവസന്നിധി നിൽക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. എബ്രായർ 7:26 നമ്മൾ വായിച്ചുവല്ലോ. ആ മഹാപുരോഹിതൻ്റെ നിരവധിയായ യോഗ്യതകൾ: അനുസരണമുള്ളവൻ, വിശ്വസ്തതയുള്ളവൻ, വിനയമുള്ളവൻ എന്നിവയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി അലങ്കൃതമായി തീർന്നിരിക്കുകയാണ്. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ അവനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിഷ്കളങ്കമായ മനോഭാവം കർത്താവ് പുലർത്തി. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ താൻ ജീവിച്ചുവെങ്കിലും കർത്താവ് പാപരഹിതനായിരുന്നു. അതുപോലെ അവൻ പാപികളുടെ സ്നേഹിതനായിരുന്നു. ക്രൂശിൽ വെച്ച് അധർമ്മികളോടുകൂടെ എണ്ണപ്പെട്ടു. ഇന്ന് സാർവത്രിക അധികാരമുള്ളവനായി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. കർത്താവ് സ്വർഗാരോഹണ ശേഷം മാത്രമാണ് ഔദ്യോഗികമായി മഹാപുരോഹിതനായി തീർന്നത്. എന്നാൽ അത് ക്രൂശിൽ നിറവേറിയ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് അഹരോൻ അഥവാ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ. ക്രിസ്തു ഇന്ന് എവിടെയാണ് ശുശ്രൂഷിക്കുന്നത്? സത്യകൂടാരത്തിൽ, സ്വർഗത്തിൽ. വിശ്വാസികൾക്ക് ഇന്ന് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ മന്ദിരമില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം ഇന്ന് സഭയാണ്. ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിത സഭയാണ്. ഭൗമികമായ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് പ്രത്യേക വിശുദ്ധി കൽപ്പിക്കുന്നത് പിതാവിൻ്റെ മഹത്വം വിളങ്ങുന്ന സത്യകൂടാരത്തെ അവമാനിക്കുകയാണ്. സമാഗമന കൂടാരത്തിലെ ആരാധകന് മനസാക്ഷിയിൽ പൂർണ്ണ തൃപ്തി വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ്റെ രക്തവുമായിട്ടാണ് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചത്. ക്രിസ്തുവോ സ്വന്തം രക്തം ചൊരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപമോചനമാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം. പുതിയ നിയമത്തിന് കീഴിൽ ഇനി പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും അർപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവാലയ ശുശ്രൂഷകളും ആരാധനാരീതികളും പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അർത്ഥശൂന്യമാണ്, അതുപോലെ ആവശ്യമില്ലാത്തതുമാണ്. പാപപ്രശ്നത്തിന് ക്രിസ്തുവിൻ്റെ രക്തം പര്യാപ്തമാണ്. ന്യായപ്രമാണ കാലത്തെ മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ
പ്രവേശിച്ച ഇടത്ത് ഇന്ന് എല്ലാ വിശ്വാസികൾക്കും എപ്പോഴും പ്രവേശിക്കുവാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. എബ്രായർ 4:16 നാം വായിക്കുന്നത്, ആകയാൽ തക്ക സമയത്ത് കൃപ കണ്ടെത്തേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക. നമ്മെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വിടുവിക്കേണ്ടതിനാണ് ക്രിസ്തു എന്ന് മഹാപുരോഹിതനായിട്ടിരിക്കുന്നത്. ദൈവപുത്രൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് ദൈവ മനുഷ്യനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്വവും മനുഷ്യത്വവും ഒരേ ആളത്വത്തിൽ വഹിക്കുന്നവനാണ് ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 പ്രത്യേക പദവികളുണ്ടായിരുന്നു. 3 പ്രത്യേക പദവികൾ. അതെന്തൊക്കെയായിരുന്നു? ഒന്നാമത് പഴയ നിയമത്തിൻ്റെ സൂക്ഷിപ്പ്. രണ്ടാമത് വാഗ്ദത്ത ദേശത്തിൻ്റെ അവകാശം. മൂന്നാമത് പൗരോഹിത്യം. അപ്പോൾ ന്യായപ്രമാണം ആർക്ക് ലഭിച്ചു? മോശയ്ക്ക് ലഭിച്ചു. കനാൻ ദേശം യോശുവ പിടിച്ചടക്കി. പൗരോഹിത്യം അഹരോനിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു. ഈ 3 പേരേക്കാൾ ക്രിസ്തു അത്യുന്നതനാണ്. ക്രിസ്തു സകലത്തെയും ചമയ്ക്കുകയും അവകാശിയായിത്തീരുകയും ചെയ്തു. അഹരോന്യ പൗരോഹിത്യം മോശയുടെ കാലത്താണ് നടപ്പായത്. മഹാപുരോഹിതൻ്റെ പുത്രന്മാരായി ജനിച്ചവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അഹരോന്യ പൗരോഹിത്യം. ക്രിസ്തു രക്ഷിതാവാണ് എന്നറിയപ്പെടുന്നതും പുരോഹിതനാണ് എന്നറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവസന്നിധിയിൽ മനുഷ്യരുടെ പ്രതിനിധിയാണ് പുരോഹിതൻ. പുരോഹിതൻ പഠിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആദ്യകാലങ്ങളിൽ മോശയുടെ കാലത്തിന് മുൻപ് ഗോത്രത്തലവൻ അനേക കുടുംബങ്ങളുടെ പ്രതിനിധിയായി യാഗം കഴിച്ചു പോന്നു. പുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാ പുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ? അതെ, ഒന്നാമതായിട്ട് വഴിപാടുകളോടുകൂടെ ദൈവത്തെ സമീപിക്കുക. രണ്ടാമതായി ജനത്തിനു വേണ്ടി പക്ഷവാദം ചെയ്യുക. അത് പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് 7 പ്രത്യേക കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. 7 പ്രത്യേക കാര്യങ്ങൾ. 1, രാജകീയ സ്വഭാവം ഉള്ളത്. 2, സ്വർഗീയമായത്. 3, ആത്മീകം. 4, നിരന്തരമായത്. 5, മാറ്റമില്ലാത്തത്. 6, സാർവത്രികം. 7, ഫലകരമായത്. ഇനിയും പൗരോഹിത്യത്തിലെ 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1, മനുഷ്യർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നു. 2, ദൈവസന്നിധിയിൽ വഴിപാടും യാഗവും അർപ്പിക്കുന്നു. 3, മനുഷ്യർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷവാദം കഴിക്കുന്നു. ക്രൂശുമരണമാണ് ക്രിസ്തുവിൻ്റെ യാഗം. സ്വർഗാരോഹണമാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം. അത് നമുക്ക് എബ്രായ ലേഖനം 9-ാം അധ്യായം 12ഉം 24ഉം വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ക്രിസ്തു വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച്
എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. 9:24 ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ക്രിസ്തുവിൻ്റെ പുത്രത്വത്തിൽ പൗരോഹിത്യവും രാജ്യത്വവും ഉൾപ്പെട്ടിരിക്കുന്നു. അതാണ് 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ പൗരോഹിത്യം. അതുപോലെ തന്നെ അവൻ്റെ രാജ്യത്വത്തിൻ്റെ തെളിവാണ് ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും എന്നുള്ളത്. കർത്താവ് ഭൂമിയിൽ വെച്ച് ഒരു പുരോഹിതൻ്റെ ജോലി ചെയ്തിട്ടില്ല. ക്രിസ്തു എന്നേക്കും മഹാപുരോഹിതനാണ്. അതുപോലെ ക്രിസ്തുവിന് പിന്തുടർച്ചക്കാരില്ല. അഹരോൻ്റെ ക്രമപ്രകാരമല്ല, മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് ക്രിസ്തു പുരോഹിതനായിരിക്കുന്നത്. മൽക്കിസദേക്കിനെ കുറിച്ച് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവൻ്റെ പിതാവിനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ ഒന്നും അവൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവൻ പുരോഹിതനായിരുന്നു. ആ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് ക്രിസ്തു ഇന്ന് പുരോഹിതനായിരിക്കുന്നത്. ക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്, ലേവ്യ ഗോത്രത്തിലല്ല. അതുകൊണ്ട് ക്രിസ്തുവിന് ഇന്ന് പിന്തുടർച്ചക്കാരില്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ അഹരോന് പിന്തുടർച്ചക്കാരുണ്ടായിരുന്നു. അഹരോൻ മഹാപുരോഹിതനാണ്. താൻ മരിച്ചപ്പോൾ തൻ്റെ പുത്രൻ എലിയാസർ മഹാപുരോഹിതനായി തീർന്നു. പിന്തുടർച്ചയുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് പിന്തുടർച്ചയില്ല. ക്രിസ്തു നമ്മുടെ നീതിയാണ്. ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ സമാധാനം എന്ന് നമ്മൾ വായിക്കുന്നു. നീതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ സമാധാനം സ്ഥാപിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. കാൽവറിയിലെ ക്രൂശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി നീതി നിവർത്തിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇന്ന് ഏതൊരു പാപിക്കും കഴിയും. നീതിയും സമാധാനവും ചുംബിച്ച സ്ഥാനമാണ് കാൽവരിയിലെ ക്രൂശ്. നമുക്ക് ഒന്നാമത് വിശ്വാസത്താൽ നീതി ലഭിക്കും. അതോടൊപ്പം തന്നെ സമാധാനവും നമുക്ക് ലഭിക്കും. ഈ സമാധാനം അറ്റ ലോകത്തിൽ ഒരു വിശ്വാസി സമാധാനത്തോടുകൂടെ ജീവിക്കുന്നത് ക്രിസ്തു അവൻ നമ്മുടെ സമാധാനം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനത്തിൽ നമ്മെ അന്ത്യം വരെയും കാക്കുവാൻ ഈ നല്ല മഹാപുരോഹിതനെ, ഈ ശ്രേഷ്ഠ ആചാര്യന് കഴിയും എന്നുള്ളത് നമുക്ക് വളരെ ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ്. ഒന്നാമത് നമുക്ക് വിശ്വാസത്താൽ നീതി, അതോടൊപ്പം തന്നെ സമാധാനവും ദൈവം നമുക്കായി വെച്ചിരിക്കുന്നു. നാം എബ്രായലേഖനം 7:4 വായിക്കുന്നത് യേശു കർത്താവിനെക്കുറിച്ച്, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. വിശദാംശങ്ങൾ അറിയേണ്ടതിനെ വിവേകപൂർവം നാം അവനെ ശ്രദ്ധിച്ചു നോക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ശ്രദ്ധിച്ച് നോക്കേണ്ടത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തി മാഹാത്മ്യത്തെ ഓരോ വിശ്വാസിയും ശ്രദ്ധിച്ച് നോക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കണം. ലേവ്യ പൗരോഹിത്യം താൽക്കാലികമായിരുന്നു. ഇന്ന് ക്രിസ്തു പാപിയുടെ യാഗവും വിശുദ്ധൻ്റെ മഹാപുരോഹിതനുമാണ്. യേശു കർത്താവ് ഇന്ന് വിശുദ്ധൻ്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ മഹാപുരോഹിതനാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ മഹാപുരോഹിതനല്ല. രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ച് അവരുടെ രക്ഷിതാവാണ് ഇന്ന് കർത്താവായ യേശു ക്രിസ്തു. ഒരു പാപി രക്ഷിക്കപ്പെടുവാൻ കർത്താവിൽ ആശ്രയിക്കണം.
അവനിൽ ചാരണം, അവനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ ആ നിലയിൽ യേശു കർത്താവ് ഇന്ന് ഒരു പാപിയുടെ രക്ഷിതാവായിരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അതുകൊണ്ട് നാം അവനെ ശ്രദ്ധിച്ചു നോക്കണം. എബ്രായ ലേഖനം 12:24 ആകയാൽ നാം എന്ത് ചെയ്യണം? എബ്രായർ 12:24 നമ്മൾ വായിക്കുന്നത്, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലാണ് ഓരോ വിശ്വാസിയും വന്നിരിക്കുന്നത്. ആകയാൽ നാം എന്ത് ചെയ്യണം? നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ നാം സേവ ചെയ്യണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ അഥവാ ഏറെ നല്ല നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. മധ്യസ്ഥൻ്റെ അടുക്കൽ ചെല്ലുവാൻ വേറെ ഒരു മധ്യസ്ഥൻ ഇന്ന് ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരവും മനുഷ്യൻ്റെ കരവും തമ്മിൽ അവൻ യോജിപ്പിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസി പുരോഹിതനാണ് എന്ന് നാം കണ്ടുവല്ലോ. അതുകൊണ്ട് അവൻ്റെ കടമ അല്ലെങ്കിൽ ജോലി എന്താണ്? യാഗമർപ്പിക്കുക. എന്താണ് നമ്മുടെ യാഗം? അധരഫലമെന്ന സ്തോത്രയാഗം നാം അർപ്പിക്കണം ദൈവത്തിന്. ഇന്ന് നമ്മുടെ യാഗങ്ങൾ ആത്മീക യാഗങ്ങളാണ്. അത് സ്തോത്രയാഗം അർപ്പിക്കുവാൻ എല്ലാ വിശ്വാസിക്കും കഴിയും. ക്രിസ്തുവിൻ്റെ ഏക യാഗത്തിൽ ആശ്രയിക്കുന്നവർക്ക് സ്തോത്രയാഗം അർപ്പിക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വേറൊരു യാഗത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ജീവനും വിശുദ്ധിയുമുള്ള ശരീരങ്ങളെ യാഗങ്ങളായി നമുക്ക് സമർപ്പിക്കുവാനായിട്ട് കഴിയണം. റോമർ 12:1. അതുപോലെ ഫിലിപ്പിയ ലേഖനത്തിൽ 2:17 നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുക. സങ്കീർത്തനം 50:23 സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് നമ്മൾ കാണുന്നു. വേറൊരു യാഗമുണ്ട്. എബ്രായ ലേഖനം 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. അപ്പോൾ നന്മ ചെയ്യുന്നത് ഒരു യാഗമായിട്ടാണ് ദൈവം അംഗീകരിക്കുന്നത്. നോക്കുക, എബ്രായർ 9:11 വായിക്കുമ്പോൾ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ വരുവാനുള്ള നന്മ എന്ന് പറയുന്നത് പഴയ നിയമ വെളിച്ചത്തിലാണ്. അവ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നന്മകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പത്രോസിൻ്റെ ലേഖനം താൻ എഴുതുമ്പോൾ, പത്രോസിൻ്റെ 1-ാം ലേഖനം 3:22 പത്രോസ് പറയുന്നത്, അവൻ സ്വർഗത്തിലേക്ക് പോയി, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു.
നമ്മുടെ പ്രതിനിധിയായിട്ടാണ് ക്രിസ്തു അവിടെ ആയിരിക്കുന്നത്. അവിടെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല വക്കീലായി, മധ്യസ്ഥനായി കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പരമോന്നത ബഹുമതിയെയാണ് കാണിക്കുന്നത്. എല്ലാ മാനവും മഹത്വവും അണിഞ്ഞവനായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ മഹാപുരോഹിതനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല നമ്മുടെ മഹാപുരോഹിതൻ. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതുകൊണ്ട് ഇന്ന് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവൻ കഴിവുള്ളവനാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ജീവിക്കുന്നു. ഇനിയും താൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത് രാജാവായിട്ടാണ്. അതിനായിട്ടാണ് ഇസ്രായേൽ കാത്തിരിക്കുന്നത്. അവരുടെ മശിഹായ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവരുടെ മശിഹ വരിക തന്നെ ചെയ്യും. അവർക്ക് രാജ്യം സ്വന്തമായി ലഭിക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ തെളിവായി വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് ഒരു പ്രാവശ്യം കൂടെ മടങ്ങി വന്നിട്ട് ഇത് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇതോടനുബന്ധിച്ചാണ് നാം പാടുന്നത്. സത്യസാക്ഷിയായ പ്രവാചകനും മഹാശ്രേഷ്ഠനായ പുരോഹിതനും നിത്യരാജ്യസ്ഥാപകൻ രാജാവും എൻ്റെ ക്രിസ്തുനായകൻ ഹല്ലേലൂയ. സത്യസാക്ഷിയായ പ്രവാചകനും മഹാശ്രേഷ്ഠനായ പുരോഹിതനും നിത്യരാജ്യസ്ഥാപകൻ രാജാവും എൻ്റെ ക്രിസ്തുനായകൻ ഹല്ലേലൂയ. അതിമോദം നാഥനു പാടിടും, സ്തുതിഗീതം നാവിലുയർന്നിടും. ഇത്ര നല്ലവൻ മമ ശ്രീയേശു ക്രിസ്തുനാഥനെന്നിയെ ആരുള്ളൂ. അവനുന്നതൻ ബഹുവന്നിതനാം പതിനായിരങ്ങളിൽ സുന്ദരനാം. അവൻ ഉന്നതൻ ബഹുവന്നിതനാം പതിനായിരങ്ങളിൽ സുന്ദരനാം. ഭുവി വന്നു വൈരിയെ വെന്നവനാം എനിക്കാത്മരക്ഷയെ തന്നവനാം. ഈ ഭൂമിയിൽ വന്ന് ശത്രുവിനെ ജയിച്ചവൻ എനിക്ക് ആത്മരക്ഷയെ തന്നവനാണ് ഈ മഹാപുരോഹിതൻ എന്നാണ് ശമൂവേൽ സാറ് പാടിയിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനും കർത്താവുമായ യേശു ക്രിസ്തുവിനു വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് മനുഷ്യവേഷം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു, മനുഷ്യനായി ജീവിച്ചു. മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ, അവൻ്റെ ബുദ്ധിമുട്ടുകൾ, അവൻ്റെ വേദനകൾ, അവൻ്റെ വിശപ്പ്, അവൻ്റെ ദാഹം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുഭവത്തിൽ അവിടുന്ന് അറിഞ്ഞു. കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. ഞങ്ങളുടെ യാഗം എന്നേക്കുമായി ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും അവിടുന്ന് സൽഗുണപൂർത്തി വരുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. പഴയ നിയമത്തിൽ അനേക മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ യാഗം കഴിച്ചിട്ടുണ്ട്. എന്നാൽ ആ യാഗങ്ങളൊക്കെ എന്നേക്കുമായി അവസാനിച്ച്
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലുവറിയിലെ യാഗത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷപ്പെടുവാനുള്ള അവസരം ഇന്ന് ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനായി ജീവിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം തോന്നുന്ന ഒരു നല്ല മഹാപുരോഹിതനായിട്ടുള്ളതുകൊണ്ട് സ്തോത്രം. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനായി ഇന്ന് ജീവിക്കുന്ന മഹാപുരോഹിതനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം കൂടാതെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഏത് സമയത്തും സാഹചര്യത്തിലും സ്ഥലത്തും കടന്നു വരുവാനുള്ള അവകാശം ദൈവം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അവിടുന്ന് വേഗം വരുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാനവും മഹത്വം അവിടുന്ന് എടുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഈ എളിയവൻ പ്രാർത്ഥിക്കുന്നത് പിതാവേ, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. വചനം കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.